ഹായ്, നമസ്കാരം. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ളവോട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച അല്ലെങ്കിൽ പൊട്ടിച്ചൊരു ബോംബിൻ്റെ അലയൊലികൾ അടങ്ങാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മീഡിയകൾ ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയകൾ ഓപ്പൺ ചെയ്താലൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ടീമും ഏറ്റെടുത്ത് നടത്തിയ ആ യജ്ഞം, അതിൻ്റെ റിസൾട്ട്, ആ ബോംബ് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലെ മീഡിയകൾ നടത്തി അവർ കൊണ്ടുവരുന്നുണ്ട്. ലേറ്റസ്റ്റായിട്ട് നമ്മുടെ നാട്ടിലും അതിൻ്റെ അലയൊലികൾ അടങ്ങുന്നില്ല. നമ്മുടെ നാട്ടിലും അതിൻ്റെ അലയൊലികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പൗരൻ അല്ലെങ്കിൽ വോട്ടവകാശമുള്ള ഒരു വോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ സാധാരണ പൗരൻ എന്ന നിലയിൽ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇതിൻ്റെ വിശ്വാസത്തിൽ സംശയമുണ്ടാകും. ഇപ്പം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് താമസിക്കുന്നവരാണ്. അപ്പം നമ്മൾ ചെയ്ത വോട്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ആൾക്ക് കിട്ടിയോ എന്നുള്ളത് നമുക്കൊക്കെ അറിയാനുള്ള അവകാശവുമുണ്ട്, നമുക്ക് അറിയേണ്ടതുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഉദ്ദേശശുദ്ധി എല്ലാവരും സംശയത്തിനിടയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഇതിനൊക്കെ ബന്ധപ്പെട്ടവർ ഈ കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ ശ്രമിക്കണം. കാരണം അവർ പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഉയർത്തി കാണിച്ച തെളിവുകൾ, അവർ കണ്ടെത്തിയ തെളിവുകൾ കാണിക്കുമ്പോൾ അതേ തെളിവുകൾ നിരത്തി അതിനെ ക്രോസ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. കാരണം ജനാധിപത്യം, അതിൻ്റെ മൂല്യങ്ങൾ വേണ്ട രീതിയിൽ, അതിൻ്റെ തനതായ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ നാം ജനാധിപത്യ മൂല്യത്തിൽ നമുക്ക് സംശയമുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അക്യൂസേഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു ആരോപണം വന്നിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത ആ കമ്മീഷനുമുണ്ട്. അത് മനസ്സിലാക്കി ഇതല്ല ശരി അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് മനസ്സിലാക്കി ജനാധിപത്യത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ട കടമ ഇതിലെ ജനങ്ങൾക്കുമുണ്ട്. അപ്പോൾ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നുണ്ടെങ്കിൽ അവർ കൃത്യവും വ്യക്തവുമായ മറുപടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്താൽ ഈ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ അത് നല്ല രീതിയിൽ സഹായിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്.